കെജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നാലെ ആം ആദ്മി പാർട്ടി നേതാക്കളുടെ വീടുകളിൽ പരിശോധന കർശനമാക്കി ഇഡി. ആം ആദ്മി പാർട്ടി MLA ഗുലാബ് സിംഗ് യാദവിന്റെ വീട്ടിൽ ഇഡി റെയ്ഡ് തുടരുകയാണ്. ഇഡി കസ്റ്റഡിയിലുള്ള BRS നേതാവ് കെ കവിതയുടെ ബന്ധുവീടുകളിലും പരിശോധന നടക്കുന്നുണ്ട്. ചോദ്യത്തിന് കോഴ ആരോപണത്തിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൊയ്ത്രയുടെയും വസതികളിൽ CBIയും പരിശോധന നടത്തുകയാണ്. നോബിൾ മാരിക്കാരൻ വിശദാംശങ്ങളുമായി. നോബിൾ, ഇങ്ങനെ പരിശോധന ഈ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിലുള്ള ദിവസങ്ങളിൽ പാടില്ല എന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുകയാണ് ഇന്ത്യ ബ്ലോക്ക്. അതിനിടയിലാണ് പരിശോധന തകൃതിയായി നടക്കുന്നത്. നികേഷ്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഉൾപ്പെടെ വന്ന് അതുമായി ബന്ധപ്പെട്ട പ്രചാരണം നടക്കുന്നതിന് ഇടയിലാണ് അന്വേഷണ ഏജൻസികളുടെ വലിയ രീതിയിലുള്ള നിരന്തരമായ ഇത്തരത്തിൽ ചോദ്യം ചെയ്യലും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരിശോധന ഉൾപ്പെടെ രാജ്യത്ത് വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ ആദ്യം പരിശോധന ആരംഭിച്ചത് ആം ആദ്മി MLAയുടെ വസതിയിലായിരുന്നു. ആം ആദ്മി MLA ഗുലാബ് സിംഗ് യാദവിൻ്റെ ദില്ലിയിലെ വസതിയിൽ ഇന്നിപ്പോൾ പരിശോധന നടത്തി. ആ പരിശോധനയിൽ ഇപ്പോഴും ആ പരിശോധന തുടരുകയുമാണ്. ഈ മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അവിടെ പരിശോധന നടക്കുന്നത് എന്നാണ് വിവരങ്ങൾ ഉള്ളത്. അതോടൊപ്പം തന്നെ ഈ ഗുലാബ് യാദവ് എന്ന് പറയുന്ന അദ്ദേഹം ഗുജറാത്തിലെ ചുമതലയുള്ള ആം ആദ്മി നേതാവ് കൂടിയാണ്. മദ്യനയ അഴിമതിയിൽ അരവിന്ദ് കെജ്രിവാൾ അകത്തായതിനു പിന്നാലെ കൂടുതൽ ആം ആദ്മി നേതാക്കളെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരും BJPയും വേട്ടയാടുകയാണ് എന്ന ഗുരുതര ആരോപണമാണ് ഈ ഘട്ടത്തിൽ ആം ആദ്മി പാർട്ടി ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അന്വേഷണ ഏജൻസികളുടെ പരിശോധന ഈ ഘട്ടത്തിൽ നടക്കുന്നു എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കളിൽ ഒരാളായ മഹുവ മൊയ്ത്രയുടെ പശ്ചിമ ബംഗാളിലെ വസതിയിൽ ഇപ്പോൾ CBIയുടെ പരിശോധന നടക്കുന്നത്. ചോദ്യത്തിന് കോഴ ആരോപണത്തിലാണ് ഈ പരിശോധന നടക്കുന്നത്. നേരത്തെ തന്നെ വ്യവസായി ഹീരാനന്ദാനിയിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് ലോക്സഭാ ID-യുടെ പാസ്വേഡ് ഉൾപ്പെടെ നൽകി ചോദ്യങ്ങൾ ചോദിച്ചു, അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഇട്ടു എന്തായിരുന്നു ഈ ആരോപണം. ഇതിൽ CBI നേരത്തെ കേസെടുത്തിരുന്നു. എന്താണെങ്കിലും ഈ കേസിൽ ഇപ്പോൾ പരിശോധന നടക്കുകയാണ്. പരിശോധനകൾ ശക്തമായി തന്നെ അവിടെ മഹുവ മൊയ്ത്രയുടെ വസതിയിൽ ഉൾപ്പെടെ നടക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ മഹുവ മൊയ്ത്രയെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ ഉൾപ്പെടെ CBI വിളിക്കുകയും ചെയ്തിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട പരിശോധന നടക്കുന്നത് ഹൈദരാബാദിലാണ്. ഹൈദരാബാദിൽ പരിശോധന നടക്കുന്നു എന്ന് പറയുമ്പോൾ നിലവിൽ EDയുടെ കസ്റ്റഡിയിലുള്ള BRS നേതാവ് കെ കവിതയുടെ ബന്ധുക്കളുടെ ഉൾപ്പെടെ വസതിയിലാണ് പരിശോധന നടക്കുന്നത്. ഈ സൗത്ത് ഗ്രൂപ്പ്, അതായത് മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൗത്ത് ഗ്രൂപ്പ് 100 കോടി രൂപ ആം ആദ്മി പാർട്ടിക്ക് നൽകി എന്നതാണ് ഇതിലെ ആരോപണം. ഈ കേസിൽ കവിതയും പ്രധാന പങ്കാളിയാണ് സൗത്ത് ഗ്രൂപ്പിന്റെ. അതുമായി ബന്ധപ്പെട്ട പരിശോധനയാണ് അവിടെ നടക്കുന്നത് എന്നറിയുന്നു. ഹൈദരാബാദിലാണ് ഈ പരിശോധന നടക്കുന്നത്. ഒപ്പം പശ്ചിമ ബംഗാളിൽ മറ്റൊരു ED പരിശോധന നടക്കുന്നുണ്ട് എന്നുകൂടി ഈ ഘട്ടത്തിൽ എടുത്തു പറയണം. പശ്ചിമ ബംഗാളിലെ മന്ത്രി ചന്ദ്രനാഥ് സിൻഹയുടെ വീട്ടാണ് പരിശോധന നടക്കുന്നത്. പക്ഷേ ഇത് ഏത് കേസാണ് എന്ന് ഈ ഘട്ടത്തിൽ ഒരു വ്യക്തതയില്ല. എന്താണെങ്കിലും കള്ളപ്പണ വെളുപ്പിനുമായി ബന്ധപ്പെട്ട കേസുകളാണ് ഭൂരിഭാഗം പരിശോധനകളും രാജ്യത്ത് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പ്രധാനമായും ഈ അന്വേഷണ ഏജൻസികളുടെ പരിശോധന നടക്കുമ്പോൾ അത് സമയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നികേഷ് ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്ത് തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനമെന്ന് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നു. രണ്ടാം ഘട്ടവും ബാക്കി തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണത്തിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ കടക്കുന്നു. അതുമായി ബന്ധപ്പെട്ട മറ്റ് പരിപാടികൾ, മറ്റ് ഒരുക്കങ്ങളൊക്കെ നടക്കുന്നതിനിടയിലാണ് കേന്ദ്ര ഏജൻസികളെ ഇത്തരത്തിൽ വലിയ രീതിയിൽ തന്നെ അന്വേഷണത്തിന്റെ ഭാഗമായും അത്തരത്തിൽ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായൊക്കെ പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ വസതികളിലേക്കും ഓഫീസുകളിലേക്കും ഒക്കെ എത്തുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ് ഈ അന്വേഷണ ഏജൻസികളുടെ ഈ സമയത്തെ ഈ നടപടിക്കെതിരെ ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ സുപ്രീം കോടതിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോടതിയോ സുപ്രീം കോടതിയെ തന്നെ സമീപിച്ചുകൊണ്ട് അത്തരത്തിൽ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമം നടത്തുന്നതിനിടയിലും ഇത്തരത്തിൽ അന്വേഷണ ഏജൻസികളുടെ പരിശോധനകളും ചോദ്യം ചെയ്യൽ തുടരുകയാണ് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിലും ശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉണ്ട് പ്രതിപക്ഷ പാർട്ടികൾക്ക്. അതിപ്പോൾ മറ്റു രൂപങ്ങളിൽ പുറത്തേക്ക് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മഹുവ മൊയ്ത്രയുടെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ പോലും മഹുവ മൊയ്ത്ര വീണ്ടും ലോക്സഭയിലേക്ക് മത്സരിക്കാൻ നിൽക്കുകയാണ്. അത്തരത്തിൽ പ്രചാരണമൊക്കെ നടക്കുന്ന സമയത്താണ് ഈ പരിശോധന നടക്കുന്നത്. ഏതാണെങ്കിലും ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കം മാത്രമാണ് എന്നാണ് അന്വേഷണ ഏജൻസികൾക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും പ്രതിപക്ഷ പാർട്ടികൾ ആരോപണം ഉന്നയിക്കുന്നത്. ഗുലാബ് സിംഗിന്റെ വീട്ടിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ നടക്കുന്നത്. ED റെയ്ഡ് ഇപ്പോൾ നടക്കുകയാണ്. AAP MLA ആണ് ഗുലാബ് സിംഗ് യാദവ്. വീട്ടിൽ റെയ്ഡ് നടക്കുന്ന സമയം ഉണ്ടാകുന്ന അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ, ഏറ്റവും തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ED കസ്റ്റഡിയിലുള്ള BRS നേതാവ് കെ കവിതയുടെ ബന്ധുവീടുകളിലും പരിശോധന നടക്കുന്നുണ്ട്. ചോദ്യത്തിന് കോഴ ആരോപണത്തിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൊയ്ത്രയുടെയും വസതികളിൽ CBIയും പരിശോധന നടത്തുന്നു.